Hello all, welcome to English classroom. Friends, നമ്മൾ SLC ഇംഗ്ലീഷ് പരീക്ഷയായിട്ടുള്ള ഏതാണ്ട് കൃത്യമായൊരു പ്ലാനിങ്ങോട് കൂടി വന്ന് ഏതാണ്ട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. ഇനി ഏതാനും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഗ്രാമറിൽ എഡിറ്റിങ്ങിൻ്റെ ഒരു വീഡിയോയും അതുപോലെ തന്നെ കുറച്ച് ഡിസ്കോഴ്സുകളും അതൊക്കെ ഓരോ ദിവസമായിട്ട് വിട്ടുകൊണ്ടിരിക്കും. വിട്ടതൊക്കെ എല്ലാവരും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇംഗ്ലീഷ് ഫുൾ മാർക്ക് കിട്ടും, ഗ്യാരണ്ടിയാണ് ഈ കാര്യങ്ങൾ ചെയ്താൽ. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് മോഡൽ പരീക്ഷയാണ്. മാർച്ച് 1 തീയതിയാണ് തുടങ്ങാൻ നമുക്കറിയാം. ഇപ്പോൾ പല കുട്ടികൾക്ക് എന്താണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇംഗ്ലീഷിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രീതിയിലുള്ള സംശയങ്ങളും ആശങ്കകളും ഉണ്ട്. അതൊന്ന് ദൂരീകരിക്കാനാണ് ഈ വീഡിയോ വിടുന്നത്. ഇപ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, ചെയ്യണം. നിർദ്ദേശങ്ങൾ നോക്കണേ. ആദ്യം നമുക്കറിയാം അത് 2.5 മണിക്കൂറിനാണ് പരീക്ഷ. എത്ര എഴുതിയാലും മാക്സിമം 80 സ്കോറാണ് ഉണ്ടാവുക, നമുക്കറിയാം. പിന്നെ 20 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാനും പ്ലാൻ ചെയ്യാനാണ്. ആൻസേഴ്സ് പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഏതൊക്കെ എഴുതണം, ആ എഴുതേണ്ടത് നമ്മൾ പരിഗണിക്കുമ്പോൾ ആലോചിക്കേണ്ടത് ഏറ്റവും പ്രിസൈസായിട്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് എഴുതാൻ പറ്റിയത്. അതേപോലെ പിന്നെ കൂടുതൽ സമയം എടുക്കാതെ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് ആദ്യം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഡിസ്കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അതുപോലെ നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ടൈം എടുക്കാത്ത കാര്യങ്ങൾ ചെയ്യലാണ് നന്നാവുക. പിന്നെ അതാദ്യം പ്ലാൻ ചെയ്യുന്നു. നമ്മൾ 20 മിനിറ്റ് എമ്പാടുമാണ് നമുക്ക് വായിച്ചിട്ട് ഓരോന്നും അത് ഒരു പ്രത്യേക രീതിയിൽ അടയാളപ്പെടുത്താം. എഴുതിയുള്ള രീതിയിൽ അടയാളപ്പെടുത്തലല്ല, വേറെ എന്തെങ്കിലും രീതിയിൽ അടയാളപ്പെടുത്താം. എഴുതി കഴിയുമ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് വേറെ രീതിയിൽ അടയാളപ്പെടുത്തണം. എല്ലാ ചോദ്യങ്ങളും നന്നായിട്ട് വായിച്ചു നോക്കണം ഉത്തരം എഴുതുന്നതിന് മുമ്പ്. എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരം എഴുതാം. ചോയ്സിൻ്റെ പ്രശ്നങ്ങളൊന്നും ഒതുക്കണില്ല, എല്ലാം എഴുതാം. എല്ലാത്തിനും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അത് ഇക്കൊല്ലത്തെ മാത്രമാണ് കേട്ടോ. അടുത്ത കൊല്ലം അങ്ങനെ പറയാൻ പറ്റും. ഇതുവരെ അങ്ങനെ പറ്റുമായിരുന്നില്ല. നമുക്ക് ചോയ്സ് ഉണ്ടായിരുന്നു. ചോയ്സ് ഉള്ളപ്പോൾ അതിൽ പ്രിസ്ക്രൈബ് നമ്പർ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം അങ്ങനെ ഇല്ല. റെഡി അല്ലേ? ചോദ്യത്തിലേക്ക് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. റീഡ് ദ എക്സെപ്റ്റ് ഫ്രം അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. മക്കൾ നന്നായിട്ട് വായിച്ച് നോക്കുക. 5 മാർക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ചിലപ്പോൾ ഇവിടെ 6 വരാം. അതെങ്ങനെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വായിച്ച് നോക്കില്ല, വായിച്ച് നേരം കളയുന്നില്ല. അതായത് ഇപ്പോൾ നമുക്കിവിടെ 5 ചോദ്യങ്ങളാണ് ഉള്ളത്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് 2 മാർക്ക് കൊടുത്തിട്ട് നമുക്ക് ചിലപ്പം 6 മാർക്ക് ആക്കാം. ഈ ചോദ്യങ്ങൾ മാക്സിമം 6 വരെ വരാം ഈ സെക്ഷൻ. അതുകൊണ്ടാണ്. പിന്നെ ചോദ്യങ്ങൾ കാണാലോ. വെൻ വുഡ് ബേർഡ്സ് ഫ്ലോക്ക് ഇൻ ടു ദ ബ്രാഞ്ചസ് ഓഫ് ദ ബാനിയൻ ട്രീ. എ വേർഡ് ഇൻ ദ പാസേജ് മീൻസ് നോയ്സി കോറൽ. ഐഡൻറ്റിഫൈ ദ വേർഡ്. What did the boy do while sitting on the platform on the banyan tree? How did the banyan tree become the noisiest place? Name the books that gave the boy the mixed reading experience. സിമ്പിളായ ചോദ്യങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയ വാക്കുകൾ ഫോക്കസ് ചെയ്യുന്ന ചോദ്യങ്ങളിലുണ്ട്. അതുപോലെ തന്നെ നേരിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ചെറിയ രീതിയിലൊന്ന് അസസ് ചെയ്യേണ്ട അല്ലെങ്കിൽ അനലൈസ് ചെയ്യേണ്ട ചോദ്യങ്ങളുണ്ട്. അങ്ങനത്തെ ചോദ്യങ്ങളുണ്ടാവുക. 5 മാർക്കാണ്. ശ്രദ്ധിച്ച് ചെയ്ത ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾ കൂൾ ഓഫ് ടൈമിൽ ആദ്യം പാസേജ് നന്നായിട്ട് വായിച്ച് ചോദ്യം വായിച്ച് വീണ്ടും പാസേജ് ഒന്ന് വായിച്ചാൽ നമുക്കത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. കുഴപ്പമുണ്ടാവില്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം ദ പോയം കോംപ്രിഹെൻഷൻ പോയം. നല്ലോണം ശ്രദ്ധിക്കണം. പദ്യം നന്നായിട്ട് വായിച്ച് നോക്കി. ഇവിടെ മാക്സിമം 5 വരെ ഉണ്ടാവാം. ചിലപ്പം മുകളിൽ 6 ആണെങ്കിൽ ഇവിടെ 4 ഉണ്ടാവുക. അതല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് 160 എന്നുള്ള ബാക്കി കാര്യങ്ങളൊക്കെ അകത്തിയൊരു പാറ്റേൺ കീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 160 എന്നുള്ളത് അവിടെ നമുക്ക് റൗണ്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നന്നായിട്ട് വായിച്ചു നോക്കുക. 5 മാർക്കിന് ചോദ്യം കൊടുത്തിട്ട് നല്ല ശ്രദ്ധിക്കുക. വാട്ട് ഡസ് ദ പോയിന്റ് മീൻ ബൈ ദ എക്സ്പ്രഷൻ എ 1000 ബ്ലെൻഡഡ് നോട്ട്സ്. 1 മാർക്കാണ്. വാട്ട് ദ പ്ലസന്റ് തോട്ട്സ് ബ്രിങ് സാഡ് തോട്ട്സ് ടു ദ പോയറ്റ്സ് മൈൻഡ്. 1 മാർക്കാണ്. ഐഡൻറ്റിഫൈ ദ lines that tell us nature is linked to the soul of human beings. 1 മാർക്കാണ്. Pick out one example each of auditory image and personification from the given lines. ഓരോന്നിനും ഓരോ മാർക്ക്. ഓഡിറ്ററി ഇമേജിൻ്റെ ഒരു എക്സാമ്പിളും അതുപോലെ തന്നെ പെർസോണിഫിക്കേഷൻ ഒരു എക്സാമ്പിളും. അങ്ങനെയാണ് 2 മാർക്ക്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? നൗ അടുത്തത് അപ്രീസിയേഷനാണ്. 6 മാർക്കാണ്. നല്ലോണം വായിച്ച് നോക്കുക. ഇതിൻ്റെ ഒക്കെ മോഡൽ നമ്മൾ റിവിഷനിൽ വിട്ടിട്ടുണ്ട്. ഇതിലൊക്കെ എല്ലാ കാര്യങ്ങളും വിട്ടതാണ്. നല്ലോണം ശ്രദ്ധിച്ച് നോക്കണേ. പറയണ്ടല്ലോ. അടുത്തതും അപ്രീസിയേഷനാണ്. അതും 6 മാർക്കാണ്. എല്ലാം നിങ്ങൾക്ക് എഴുതാം. ഏത് വേണം നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ 2 അപ്രീസിയേഷൻ കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് 12 മാർക്ക് കിട്ടും. 2 അപ്രീസിയേഷൻ ആകെ പഠിക്കാനുള്ളൂ, അതറിയാലോ.
ഇതിലൊക്കെ മോഡൽ നമ്മളെ ക്വസ്റ്റ്യൻ ബോർഡിലുള്ള ആ രീതിയിലുള്ള ഇനി മുറിച്ച് ഇങ്ങനെ പകുതിയൊക്കെ തരികയാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളതും നമ്മളെ വീഡിയോസിൽ വിട്ടിട്ടുണ്ട്. പാഠങ്ങൾ റിവിഷൻ്റെ വീഡിയോസ്, ഫോക്കസ് ഏരിയ റിവിഷൻ്റെ വീഡിയോസ് വിട്ടിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും കാണാൻ ശ്രമിക്കുക ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ. ഇനി അടുത്തത് ഒരു അൺഫെമിലിയർ പാസേജാണ്, നല്ലോണം വായിച്ചു നോക്കുക. ഒരു ചെറിയൊരു പാസേജാണ്, ചെറുതാണ്, വായിക്കാൻ പറ്റും നമുക്ക്. നല്ലോണം വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാനാണ്. ഇവിടെ പിന്നെ 6 ചോദ്യങ്ങളുണ്ട്, ഓരോന്നിനും ഓരോ മാർക്കാണ്. ശ്രദ്ധിക്കണം, നല്ല വായിച്ചു നോക്കുമല്ലോ. Where the man sent his sons to learn the lesson of life. How did the second son describe the tree? How was the tree in autumn season? What made the father say that no one can judge a tree by only one season? Was the father wise? Why do you think so? What message did the father give his sons? ചോദ്യങ്ങൾ മനസ്സിലായല്ലോ, ചെയ്തു നോക്കുക കേട്ടോ. നൗ ശ്രദ്ധിക്കണം, ഇനി ഉണ്ടാവുക 5 ചോദ്യങ്ങൾ 120 വേർഡ്സിൽ എഴുതാനുള്ളതാണ് ഉണ്ടാവുക. 7 മാർക്ക് ഉണ്ടാവും. ഇവിടെ ഹിൻസ് ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. ഞങ്ങൾക്ക് ഫസ്റ്റ് മോഡൽ തരില്ല വിചാരിച്ചാൽ, സാമ്പിൾ തരില്ല വിചാരിച്ചാണ് ഹിൻസ് ഉൾക്കൊള്ളിച്ചത്. ചിലപ്പോൾ ഹിൻസ് ഉണ്ടാവാം, ചിലപ്പോൾ ഇല്ലാതിരിക്കും ചെയ്യാം. ഒന്നാമത്തെ നറേറ്റീവാണ്, നിങ്ങൾക്ക് വായിച്ചാൽ അറിയാലോ, കുഴപ്പമുണ്ടാവില്ല. രണ്ടാമത്തത് റൈറ്റപ്പ് എഴുതാനാണ്. 19ാമത്തത്. 20ാമത്തത് ഒരു ഡിസ്ക്രിപ്ഷനാണ്. 21ാമത്തത് പിന്നെ റിവ്യൂ ആണ്. പിന്നെ 22ാമത്തത് ഒരു റൈറ്റപ്പ് എഴുതാനാണ്. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കി, ചോദ്യമൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ ഈ 5 ഒരു കുട്ടിക്ക് എഴുതാം. 5 എഴുതിയാൽ 35 മാർക്കാണ് മാക്സിമം കുട്ടിക്ക് കിട്ടുക. പക്ഷേ വളരെ ശ്രദ്ധിക്കണം, നമ്മളിവിടെ മാക്സിമം 1 2 ഒക്കെ എഴുതലാണ് നന്നാവുക. 2 എന്തായാലും എഴുതാൻ പോകരുത്, നമ്മൾ ടൈമിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും, ശ്രദ്ധിക്കുക. ഇതിൽ തന്നെ ഫോക്കസ് ഏരിയയിലുള്ളതാണ് തോന്നുണ്ടാവുക, ഫോക്കസ് ഏരിയ ഇല്ലാത്തതും ഉണ്ടാവാം. അപ്പോൾ ഇതിലിപ്പോൾ ഇത് ഫോക്കസ് ഏരിയയുള്ള ചോദ്യമല്ല, നമുക്ക് 40 മാർക്ക് ഫോക്കസ് ഏരിയൻ്റെ പുറത്തുനിന്നുണ്ടാവും. നമുക്കറിയാതെ ഇത് ഫോക്കസ് ഏരിയയുടെ ചോദ്യമാണ്. ഇതതുപോലെ ഫോക്കസ് ഏരിയയിലുള്ള ചോദ്യമല്ല. നമ്മൾ ആ തലക്കലുള്ളതും ഇത് ഫോക്കസ് ഏരിയയിലുള്ളതാണ്, ഇതും ഫോക്കസ് ഏരിയയിലുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ ഏതെങ്കിലും ഫോക്കസ് ഏരിയയിൽ തന്നെ പഠിച്ചാൽ നമുക്ക് ഇതിലെ 3 സുഖമായിട്ട് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ മക്കളെ? ഇപ്പോൾ കൂടെ വായിച്ചു നോക്കില്ല, നല്ലോണം വായിച്ചു നോക്കണം കേട്ടോ. റൈറ്റ്, നമുക്ക് അടുത്ത ടൈപ്പിക്ക് പോയാലോ. നെക്സ്റ്റ് വൺ ഈസ് 23rd to 27th ക്വസ്റ്റ്യൻസ്. 6 മാർക്കാണ് ഒരു ചോദ്യത്തിന്. പിന്നെ 80 വേർഡ്സിലാണ് ഉത്തരം എഴുതേണ്ടത്. അത് പ്രൊഫൈലൊക്കെ ആകുമ്പോൾ അതിലുള്ളത് എഴുതിയാൽ മതി. ഫസ്റ്റ് പ്രൊഫൈലാണ്, നമുക്കറിയാം, നോക്കിക്കോളൂ നിങ്ങൾ. സെക്കൻഡ് വൺ ഈസ് 24th ലെറ്ററാണ്, വാങ്ങിയ സമാധാനിപ്പിച്ചിട്ടുള്ള ലെറ്ററാണ്. നോക്കിയാൽ അറിയാം 40 മാർക്ക് ഡിസ്കോഴ്സിൽ പുറത്തുള്ളതായിരിക്കും, ഫോക്കസ് ഏരിയ പുറത്തുനിന്നായിരിക്കും. ബാക്കിയുള്ളതൊക്കെ ഫോക്കസ് ഏരിയ എന്നായിരിക്കും. 25th നിങ്ങൾ വായിക്കണം കേട്ടോ, ഞാൻ നിർത്തി പോണത്. 25th ന്യൂസ് റിപ്പോർട്ടാണ്. 26th ഇൻ്റർവ്യൂ ക്വസ്റ്റ്യനുകളാണ്. അതൊക്കെ ക്വസ്റ്റ്യൻ 6 മതി, അത് 80 മാർക്ക് ഉണ്ടാക്കൊന്നും വേണ്ട. പിന്നെ ഓൺ ജെയിൻ്റെ കാറ്റർ സ്കെച്ചാണ്. റെഡിയാണല്ലോ? ഒന്നുകൂടി വായിച്ചു നോക്കി, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്ക്. ഓക്കെ ആയ? ഇനി നമുക്ക് അടുത്തേക്ക് പോവാം. ഇനിയുള്ളത് 28 മുതൽ 36 വരെയുള്ള ചോദ്യങ്ങൾക്ക് 5 മാർക്കാണ് ഓരോന്നിന്. ഇത് നമ്മൾ 60 വേർഡ്സിലാണ് എഴുതേണ്ടത്, 60 വേർഡ്സിലാണ് എഴുതേണ്ടത്. ഇപ്പോൾ നല്ലോണം വായിച്ചു നോക്കാത്ത കോൺവെർസേഷനാണ്. പിന്നെ അടുത്തത് ഡയറി എൻട്രി ആണ്. അടുത്ത നോട്ടീസാണ്. അടുത്തത് ലെറ്ററാണ്. ഇപ്പോൾ ഈ ലെറ്ററും ഈ ചില ചോദ്യങ്ങൾ 2ലും വരാം. അപ്പോൾ 5 മാർക്കിൻ്റെ ആകുമ്പോൾ അതിനനുസരിച്ച് എഴുതാം. അപ്പോൾ കാറ്റർ സ്കെച്ച് 2ലും വരാം. അതേപോലെ തന്നെ പിന്നെ സ്പീച്ച് 6 മാർക്കിന് വരാം, 7 മാർക്കിന് വരാം. അപ്പോൾ ഇതൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യണം കേട്ടോ. ഓക്കെ ആണല്ലോ? ഒന്ന് വായിച്ചു നോക്കിക്കോളൂ, നല്ലോണം ശ്രദ്ധിച്ചൊന്ന് വായിച്ചു നോക്കൂ. വായിച്ചു നോക്കണേ ഓരോന്നും. ആരൊക്കെ കോൺവെർസേഷനൊക്കെ ഓരോന്നും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടിയൊക്കെ അത് ചെയ്യും. ഇപ്പോൾ ഡയറി നമ്മൾ ചെയ്ത് കഴിഞ്ഞാണ്, നോട്ടീസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ട പ്രോസസ്സ് നമ്മൾ മനസ്സിലുണ്ടല്ലോ. അത് വെച്ചിട്ട് നമ്മൾ ആ കൂൾ ഓഫ് ടൈമിൽ തന്നെ നമ്മൾ അതിൻ്റേതായ ധാരണ ഉണ്ടാക്കുക. ഏതൊക്കെ രീതിയിൽ തിരഞ്ഞെടുത്ത് എഴുതുന്നു നോക്കുക, ശ്രദ്ധിച്ച് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ഡയലോഗിലെ കോൺവെർസേഷനാണ്. ഡയറി, കാറ്റർ സ്കെച്ച് ഓഫ് മാത്ത, പിന്നെ
ഒരു പാരഗ്രാഫ്, ഒരു നോട്ടീസ്, ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ഒന്നുകൂടി വായിച്ചു നോക്കിക്കോളൂ, നല്ലോണം ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. വായിച്ചു നോക്കണേ നന്നായിട്ട്. മക്കൾ ശ്രദ്ധിക്കേണ്ടത് കൂൾ ഓഫ് ടൈമിൽ തന്നെ നമ്മളിപ്പോൾ ഇത്രയും ഡിസ്കോഴ്സ് നമുക്കറിയാം, ഏതാണ്ട് 35, 30, 65, 65, 45 എത്രയായി? 70, 110 മാർക്കിൻ്റെ ഡിസ്കോഴ്സ് തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഏതൊക്കെ എഴുതണമെന്ന് കൃത്യമായിട്ട് വളരെ കൃത്യമായൊരു പ്ലാൻ നമുക്ക് കൂൾ ഓഫ് ടൈമിൽ ഉണ്ടാക്കണം. ചെറിയ അടയാളിട്ട് വെക്കുക, അത് എഴുതി പോകുക. റെഡിയല്ലേ? ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 90 മാർക്കിനൊക്കെ എന്തായാലും എഴുതാൻ ശ്രമിക്കണം. ആകെ ഡിസ്കോഴ്സ് മാത്രമല്ല, എല്ലാം കൂടി. ഒരു കാരണവശാൽ 80 കുറയരുത്. 90 മാർക്ക് സുഖമായിട്ട് ഫുൾ മാർക്ക് നമുക്കിപ്പോൾ വാങ്ങാൻ പറ്റും. ക്ലിയർ അല്ലേ മക്കളെ? ഇനി അടുത്ത ടൈപ്പ് ചോദ്യം, താഴെ ഒരു മാച്ച് ഷെഡ്യൂൾ ഉണ്ട് ICC ചാമ്പ്യൻസ് ട്രോഫിൻ്റെ. അതെല്ലാം പഠിക്കുക. അത് ഇൻഫർമേഷൻ ട്രാൻസ്ഫറിൻ്റെ ഭാഗത്തുള്ള ചോദ്യങ്ങളാണ്. ഓരോന്നിനും ഓരോ മാർക്കാണ്, 6 മാർക്കാണ് ഉണ്ടാവുക. അപ്പോൾ ആദ്യം നന്നായി പഠിക്കുക, ശ്രദ്ധിച്ച് നോക്കിക്കോളൂ, നല്ലോണം ശ്രദ്ധിച്ച് നോക്കിയാൽ ആദ്യം ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. കൃത്യമായിട്ട് എന്താണോ നമ്മൾ ആ പട്ടികയിലുള്ളത് അത് നന്നായിട്ട് മനസ്സിലാക്കലാണ് കേട്ടോ പണി. നല്ല ശ്രദ്ധിച്ച് മനസ്സിലാക്കിയ ആദ്യം ഡേറ്റ്, മാച്ച്, ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്, ഏത് ഗ്രൂപ്പിലാണ്, എവിടെ വെച്ച് നടക്കുന്നു, ഈ കാര്യം കൃത്യമായിട്ട് അതിലുണ്ട്. നല്ലോണം വായിച്ച് മനസ്സിലാക്കിയോ. ഇനി ചോദ്യങ്ങളിലേക്ക് പോകാം അല്ല കേട്ടോ. നല്ലോണം വായിച്ചു നോക്കുക. 37, 38, 39, 40, 41, 42 ഇങ്ങനെ 6 ചോദ്യങ്ങളാണ്. വലിയ എഴുത്താണ്, വായിക്കണ്ടല്ലോ, കിട്ടുമല്ലോ, കുഴപ്പമില്ലല്ലോ. റൈറ്റ്. നെക്സ്റ്റ് ഇനി ഗ്രാമറാണ് ഉണ്ടാവുക. ആദ്യത്തെ ഡയലോഗ് കംപ്ലീഷനാണ്, 6 മാർക്കാണ്. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇവിടെ നമുക്കറിയാം ടാഗ് വെക്കേണ്ടി വരിക. ഇവിടെ നമുക്കറിയാം ഒരു ബിക്കോസ് വരുമ്പോൾ ഒരു വൈ വെച്ചുള്ളൊരു ചോദ്യം ഉണ്ടാവുക, നമുക്കറിയാം. അതേപോലെ തന്നെ ഇവിടെ ഇഫ് ക്ലോസ് ആണ്, ഫസ്റ്റ് ടൈപ്പാണ് നമ്മൾ വെക്കേണ്ടി വരിക. ഇവിടെ എന്തോ ചോദിക്കുകയാണ്, തൊറാട്ട്. അപ്പോൾ ഞാൻ എന്തോ ചെയ്ത ആളാണെന്നാണ്, അത് ഹാഡ് ബെറ്റർ പ്രയോഗമാണ്. ഇവിടെ WH ക്വസ്റ്റ്യനും ഇവിടെ ഒരു പിന്നെ ഹാഡ് ബെറ്റർ പ്രയോഗം V1 ചേർത്തുള്ള പ്രയോഗം ഉണ്ടാക്കുമ്പോൾ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഒരു സൂചന ഇവിടെ ഉണ്ട്. തൊറാട്ട് പറയുന്നു ഓക്കെ ഐ വിൽ ടേക്ക് ദ ടൈഗേഴ്സ് ഔട്ട് എന്നാണ്. അപ്പോൾ അവിടെ എന്താ പറയേണ്ടി വരിക നമുക്ക് ആലോചിച്ചാൽ അറിയും. എന്തോ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാം. ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യനാണ് ഇവിടെ വെക്കേണ്ടി വരിക. ക്ലിയർ അല്ലേ? ഓക്കെ. നൗ ഫ്രേസൽ വെർബുകളാണ്, 4 മാർക്കിനാണ് ഉണ്ടാവുക. നല്ലോണം വായിച്ചു നോക്കിയിട്ട് ചെയ്യണേ. പോസ് ചെയ്ത് അങ്ങനെ ചെയ്താൽ മതി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എഡിറ്റിംഗ് ആണ്. എഡിറ്റിങ്ങിന് 5 മാർക്കാണ് ഉണ്ടാവുക. വളരെ എളുപ്പമാണ്, നല്ലോണം വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. നല്ലോണം ശ്രദ്ധിച്ചാണ് ചെയ്യുക. ഓക്കെ അല്ലേ മക്കളെ? ശ്രദ്ധിച്ച് ചെയ്യാമല്ലോ. നേരെ ഉണ്ടെങ്കിൽ എൻ്റെ ആൻസേഴ്സ് വിട്ടേണ്ടത് ചിലതൊക്കെ നമ്മൾ മുമ്പ് പല ക്വസ്റ്റ്യനിലായിട്ട് ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഞാൻ അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് കൃത്യമായ രൂപം കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയൊക്കെ എഴുതാമെന്നുള്ളൊരു പ്ലാൻ ചെയ്യാനാണ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുകയാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് മാർച്ചിൽ നമ്മളെ ഫസ്റ്റ് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ടൈം മാനേജ്മെൻറ്റ്, പരീക്ഷൻ്റെ രൂപം, പ്ലാനിങ് അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. റെഡിയാണല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്യുക. പിന്നെ താങ്ക് യു ഫോർ ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്. If you haven't subscribed, please subscribe. Meet you again. Till then, goodbye.